നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പത്മജ വേണുഗോപാൽ തന്നെയാണ് ചൂടൻ ചർച്ചയായി നിലനിൽക്കുന്നത്. അവരുടെ നിരവധി അഭിമുഖങ്ങൾ പല മാധ്യമങ്ങളും ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുമുണ്ട്. എന്തായാലും അത്തരത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പത്മജ വേണുഗോപാൽ പറഞ്ഞ ചില വാക്കുകൾ ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞത് വാരണാസിയിൽ അവർ ഒരു സന്ദർശനം നടത്തിയപ്പോൾ കണ്ട കാഴ്ചയെക്കുറിച്ചാണ്. വാരണാസിയിൽ ചെന്നപ്പോൾ അവിടെ എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയും BJPയുടെ കൂടെയാണ് എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി ഈ കാഴ്ച കണ്ടപ്പോൾ. കേരളത്തിലൊക്കെ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ് എന്ന് വാരണാസിയിലെ ഒരു നേതാവ് അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ബ്രാഹ്മണരും മുസ്ലിങ്ങളും എല്ലാം ഒറ്റക്കെട്ടാണ്. ഞങ്ങൾക്ക് ശക്തനായ ഒരു ഭരണാധികാരിയുണ്ട്. ഞങ്ങൾക്കിവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് ആ വാരണാസിയിൽ കണ്ട നേതാക്കൾ തന്നോട് പറഞ്ഞതെന്നുകൂടി പത്മജ വേണുഗോപാൽ പറയുന്നു. അതിനോടൊപ്പം തന്നെ അവർ മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ട്. അതായത് പലപ്പോഴും പേടിച്ച് താൻ ചന്ദനക്കുറി തൊടാറില്ല എന്നുള്ള പ്രസ്താവനയാണ് പത്മജ വേണുഗോപാൽ നടത്തിയിരിക്കുന്നത്. ചന്ദനക്കുറി തൊടാൻ തനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് തൊട്ടാൽ ഉടൻ തന്നെ അവർ എൻ്റെ മുഖത്തേക്ക് നോക്കും. അതുകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ വേഗം ഉള്ളിൽ പോയി തുടച്ചിട്ട് തിരിച്ചു വരും. എല്ലാ കമ്മ്യൂണിറ്റിയുമായി തനിക്ക് നല്ല അടുപ്പമുണ്ട്. തൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ പല മതവിശ്വാസത്തിൽ നിന്നും വരുന്ന ആളുകളാണ്. അവരെ എല്ലാം സ്വന്തം പോലെയാണ് താൻ കൊണ്ട് നടക്കുന്നത് എന്നുകൂടി പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പത്മജയുടെ ഈ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തനിക്ക് ചന്ദനക്കുറി തൊടാൻ വലിയ ഇഷ്ടമാണ്, പക്ഷേ അതിന് സാധിക്കുന്നില്ല എന്ന് അവർ പറയുമ്പോൾ ഇത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയുള്ള ചലനമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിലുപരിയായി പത്മജ വേണുഗോപാൽ പറഞ്ഞ ഈ വാരണാസിയുമായി ബന്ധപ്പെട്ട റെഫറൻസ്, അതായത് വാരണാസിയിലുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത്, അവർ ഒന്നിച്ച് BJP എന്ന പാർട്ടിക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലും വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചിട്ടുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ഈ സംസ്ഥാന തലത്തിൽ നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾക്ക് സംസ്ഥാനത്ത് വലിയ ചലനമൊന്നും ഉണ്ടാക്കാനുള്ള കെൽപ്പില്ല എങ്കിൽ പോലും ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ഇവ വലിയ തോതിൽ ചർച്ചയാകാറുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതന ധർമ്മ വിവാദ പരാമർശം. അത് ആ സമയത്ത് DMKയ്ക്ക് ഒരു തരത്തിലുള്ള പോറലും ഏൽപ്പിച്ചില്ല. പക്ഷേ കഴിഞ്ഞ നവംബറിൽ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതൊക്കെ ചർച്ചയായി. INDA എന്ന മുന്നണിയുടെ ഭാഗമായ DMKയിലെ പ്രമുഖ നേതാവ് ഇത്തരത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് പല കോടതികളിലും ഉദയനിധി സ്റ്റാലിനെതിരെ കേസും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പത്മജയുടെ ഈ പരാമർശവും വന്നിരിക്കുന്നത്. ഈ ചന്ദനക്കുറി തൊടാൻ തനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് കഴിയുന്നില്ല എന്നുള്ള പരാമർശം വളരെ ഒരു നെഗറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെങ്കിൽ വാരണാസിയിൽ മുസ്ലിങ്ങളും BJPക്കൊപ്പമാണ് എന്ന അവരുടെ തുറന്നു പറച്ചിൽ വലിയ തോതിലുള്ള പോസിറ്റീവ് ചർച്ചകൾക്ക് കൂടി വഴിവെക്കുന്നുണ്ട്. എന്തായാലും കാശിയിൽ വെച്ച് പത്മജ വേണുഗോപാൽ സംസാരിക്കുന്നതിൻ്റെ ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ വൈറലാവുന്നുണ്ട്. BJPയുടെ പല പ്ലാറ്റ്ഫോമുകളിലും, പ്രത്യേകിച്ചും X പ്ലാറ്റ്ഫോമുകളിലടക്കം ഈ വീഡിയോ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി വീഡിയോ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ടീം മലയാളം.